അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഓരോ റബീഉൽ അവ്വൽ മാസത്തിനോടനുബന്ധിച്ചും നാം കേൾക്കുന്ന ഒരു ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ആഘോഷിച്ചിരുന്നു. ഈ ചോദ്യം ചിലരെയെങ്കിലും ആശയക്കുഴപ്പത്തിലാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി നൽകൽ ആവശ്യമാണ്. ആദ്യം തന്നെ അടിസ്ഥാനപരമായി ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അനുസ്മരിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറ പറയുക, സ്വലാത്തും സലാമും ചൊല്ലുക, മദ്ഹ് പറയുക, ദാനധർമ്മങ്ങൾ ചെയ്യുക തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഇത്തരം സൽക്കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ചെയ്യുന്നതിന് ശരീഅത്തിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ? ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിൻ്റെ ഔദാര്യവും അവിടുത്തെ റഹ്മത്തും എടുത്തു പറയുക, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ, അത് അവർ ശേഖരിക്കുന്നതിനേക്കാൾ അവർക്ക് ഉത്തമമാണ്. സൂറത്ത് യൂനുസ് 58-ാമത്തെ ആയത്താണിത്. അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അനുസ്മരിക്കുന്നതും അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതും എങ്ങനെ ഒരു മുസ്ലിമിന് കുറ്റകരമാകും? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്കാകമാനം കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. സൂറത്തുൽ അംബിയ 107-ാമത്തെ ആയത്താണിത്. അപ്പോൾ ലോകത്തിനാകമാനം കാരുണ്യമായി വന്ന ആ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അനുസ്മരിച്ച് സന്തോഷിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ചുരുക്കം. മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിങ്കളാഴ്ച നോമ്പിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ദാലിക യൗമുൻ വുലിദ്തു ഫീഹി വയൗമുൻ ബുഇസ്തു ഫീഹി. അഥവാ അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അതേ ദിവസമാണ് എനിക്ക് പ്രവാചകത്വം നൽകപ്പെട്ട് എന്നെ നിയോഗിക്കപ്പെട്ടത്. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ഇവിടെ ചോദ്യം തിങ്കളാഴ്ച എന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്നത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നൽകിയ മറുപടി, അന്ന് ഞാൻ ജനിച്ചു. അതായത് തൻ്റെ ജനന ദിവസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. അതിനോടുള്ള നന്ദി ഇബാദത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ മൗലിദിൻ്റെ അടിസ്ഥാന ആശയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അനുസ്മരിക്കുന്നു, അതോടൊപ്പം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറ പറയുന്നു, സ്വലാത്തും സലാമും ചൊല്ലുന്നു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, ദാനധർമ്മങ്ങൾ നടത്തുന്നു. ഇവയിൽ ഏതാണ് തെറ്റ്? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഹറാമാണോ? സ്വലാത്ത് ചൊല്ലുന്നത് ഹറാമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറ പറയുന്നത് ഹറാമാണോ? ദാനധർമ്മങ്ങൾ നടത്തുന്നത് ഹറാമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തി പറയുന്നത്, പുകഴ്ത്തുന്നത് ഹറാമാണോ? അല്ല, ഒരിക്കലുമല്ല. പക്ഷേ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ പേരിൽ എന്നല്ല ഏത് തരത്തിലും ഹറാമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ന്യായീകരിക്കാൻ പാടില്ല. ഇസ്ലാമികമായി അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ എവിടെ ആണെങ്കിലും അത് ഒഴിവാക്കേണ്ടതാണ്. ഇവിടെയാണ് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. മഹാനവറുകളോട് മൗലിദിൻ്റെ വിധിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് നൽകിയ മറുപടി, അസ്ലു അമലിൽ മൗലിദ് ഇജ്തിമാഉൻ നാസി വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ വരിവായത്തുൽ അഖ്ബാരിൽ വാരിദ ഫീ മബ്ദഇ അംരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്ത് സുമ്മ യുമദ്ദു ലഹും സിമാത്തുൻ യഅ്കുലൂന മിൻഹു വയൻസരിഫൂന മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക ഫഹുവ മിനൽ ബിദഇൽ ഹസന
التي يصاب عليها صاحبها لما فيه من تعظيم قدر النبي صلى الله عليه وسلم وإظهار الفرح والاستبشار بمولده الشريف. അഥവാ മൗലിദിൻ്റെ അടിസ്ഥാനം അത് ജനങ്ങൾ ഒരുമിച്ച് കൂടുക, സാധിക്കുന്നത്ര ഖുർആൻ പാരായണം ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും സീറയും പറയുക, ശേഷം ഭക്ഷണം നൽകുക എന്നതൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ ആദരിക്കുകയും അവിടുത്തെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇത് നല്ല ബിദ്അത്താണ്. ഇത് പറഞ്ഞത് ഇന്നത്തെ ഒരു സാധാരണ പ്രഭാഷകനല്ല, പാണ്ഡിത്യത്തിൻ്റെ കുലപതിയായിരുന്ന ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ളയാണ്. അതുപോലെ തന്നെ മഹാനായ ഹാഫിദ് അഹ്മദ് ബിൻ ഹജർ അൽ അസ്കലാനി റഹിമഹുള്ള സ്വഹീഹ് ബുഖാരിയുടെ വിഖ്യാതമായ ശറഹായിട്ടുള്ള ഫത്ഹുൽ ബാരിയുടെ രചയിതാവ് കൂടിയായ മഹാനവർകൾ മൗലിദിൻ്റെ അടിസ്ഥാന രീതി ആദ്യകാല സലഫിൽ ഉണ്ടായിരുന്നില്ലെന്ന് അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. അതിൽ ശരീഅത്തിനനുസരിച്ചുള്ള നന്മകൾ മാത്രം ഉൾപ്പെടുത്തിയാൽ അത് ബിദ്അത്തുൻ ഹസനയാകും. അപ്പോൾ ഇവിടെ ഒരു പ്രധാന വ്യത്യാസം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗലിദ് എന്ന പേരിൽ ഒരു വാർഷിക പരിപാടി നടത്തി എന്ന് നാം പറയുന്നില്ല. സ്വഹാബത്തെ കിറാം റബീഉൽ അവ്വലിൽ മൗലിദ് പരിപാടി നടത്തി എന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെ തെളിവില്ലാത്ത കാര്യം പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ അതുകൊണ്ട് മൗലിദ് അനിസ്ലാമികമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഓരോ സൽക്കർമ്മത്തിനും പ്രത്യേകം ശരീഅത്തിൽ അടിസ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ മഹാപണ്ഡിതന്മാർ പറയുന്നത്, മൗലിദ് ഒരു പുതിയ ഇബാദത്ത് സൃഷ്ടിക്കുന്നതല്ല, ശരീഅത്ത് അംഗീകരിച്ച സൽക്കർമ്മങ്ങളെ ഒരു പ്രത്യേക അവസരത്തിൽ ഒരുമിച്ച് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. പ്രിയമുള്ളവരെ, മൗലിദ് ഒരു ദിവസം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനുള്ള അവസരമല്ല, മറിച്ച് ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറ കേട്ട് സ്വലാത്ത് ചൊല്ലി കണ്ണു നിറച്ച് യാ റസൂലല്ലാഹ് അങ്ങയുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആ സ്നേഹം ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുന്നതിനുള്ള പ്രതിജ്ഞ പുതുക്കാനുള്ള ഒരു അവസരമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, മൗലിദിൻ്റെ പേരിൽ ഹറാം അനുവദിക്കരുത്. മൗലിദിനെ ഹറാമാക്കാൻ വേണ്ടി ഹലാലായ സൽക്കർമ്മങ്ങൾ നിരോധിക്കുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രമുണ്ടെന്ന് പരിശോധിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം നീ വർദ്ധിപ്പിച്ചു നൽകണേ. അവിടുത്തെ സുന്നത്ത് പിന്തുടരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അവിടുത്തെ മദ്ഹും സീറയും പഠിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.